പരമേശ്വരൻ അപ്രത്യക്ഷനായതോടെ പാർവതി വിഷണ്ണയായി മാറി. തന്നെ പരീക്ഷിക്കുവാനാണോ ദേവൻ മണ്ണണഞ്ഞത്? ഭഗ്നാശയായി മടങ്ങിയില്ലെന്ന് ദേവി ദൃഢനിശ്ചയം ചെയ്തു. അന്നു മുതൽ അവൾ കൂടുതൽ കഠിനമായ തപസ്സിൽ മുഴുകി. ആഹാരപാനീയങ്ങൾ ത്യജിച്ചും ശ്വാസം തന്നെ അടക്കിയും അവൾ തപസ്സിലേർപ്പെട്ടു. വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു നാൾ അതിതേജസ്വിയായ ഒരു ബ്രാഹ്മണ ബാലൻ പാർവതിയുടെ ആശ്രമത്തിൽ വന്നു ചേർന്നു. ഉമയും സഖികളും അവനെ സ്വീകരിച്ചിരുത്തി. പാർവതിയെ സാഗൂതം വീക്ഷിച്ച ശേഷം അവൻ ചോദിച്ചു തുടങ്ങി, ദേവി, അവിടുന്ന് ആരാണ്? ഈ ഇളം പ്രായത്തിൽ അവിടുന്ന് ഇത്ര കഠിനമായി തപസ്സനുഷ്ഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ ആകാംക്ഷാകുലനാണ്. എൻ്റെ ആകാംക്ഷയെ ദേവി ശമിപ്പിച്ചാലും. അല്ലയോ ബ്രാഹ്മണ കുമാര, ഞാൻ പർവ്വതശ്രേഷ്ഠനായ ഹിമവാന്റെയും മേനയുടെയും പുത്രിയായ കാളിയാണ്. ഭഗവാൻ പരമശിവന്റെ പത്നീപദം ആഗ്രഹിച്ച് ഇവിടെ തപസ് ചെയ്യുന്നു. അവൾ അറിയിച്ചു. കാളിയുടെ മറുപടി കേട്ട ബ്രാഹ്മണൻ ആശ്ചര്യഭാവത്തിൽ തുടർന്നു പറഞ്ഞു, ദേവി, അവിടുന്ന് ഇനി തപസ്സിന് അനുവാദം നൽകിയത് ആരാണ്? സർവരും മാനിക്കുന്ന പർവ്വതശ്രേഷ്ഠനാണ് ഹിമവാൻ. അദ്ദേഹത്തിൻ്റെ ഓമനപുത്രിക്ക് ഒരിക്കലും അനുയോജ്യനല്ല പരമശിവൻ. ദേവി, ഹിമവൽ പുത്രിയാണെന്ന കാര്യം നമുക്ക് വിസ്മരിച്ചാലും അവിടുന്ന് മറ്റൊന്ന് ചിന്തിക്കുക. ലാവണ്യത്തിനടമ്പയായ അവിടുത്തെ സ്ഥാനം എവിടെ? പുൽത്തൂൽധാരിയായ പരമേശ്വരൻ്റെ സ്ഥാനം എവിടെ? അവിടുത്തെ രൂപലാവണ്യം ഇത്തരത്തിൽ വിരൂപനായ പരമശിവന് സമർപ്പിക്കുന്നത് ഉചിതമാണോ? അവിടുന്നേക്കുള്ള പ്രിയം മനസ്സിൽ വെച്ച് ഞാൻ ഉപദേശിക്കുകയാണെന്ന് കരുതുക. കപാലധാരിയായ ശിവൻ ഒഴികെ മറ്റേ ആരെങ്കിലും ദേവി സ്വീകരിക്കുക. ബ്രാഹ്മണന്റെ വാക്കുകൾ തീക്കനലുകൾ പോലെ പാർവതിയിൽ വന്നു പതിച്ചു. ദേവി ഇരു കൈകൾ കൊണ്ട് തൻ്റെ കർണങ്ങൾ പൊത്തി ബ്രാഹ്മണകുമാരനോട് അപേക്ഷിച്ചു, കുമാര, ഈ വിധത്തിലുള്ള വാക്കുകൾ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് പോവുക. ഭഗവാൻ ശിവശങ്കറിനെ മാനിക്കാത്ത ഒരുവിനെ അതിഥേയായി ലഭിച്ചതിൽ ഞാനിപ്പോൾ ദുഃഖിക്കുന്നു. ഇത്തരം വാക്കുകൾ കേൾക്കുന്നത് തന്നെ പാപമാണ്. കടന്നു പോവുക. പെട്ടെന്ന് ബ്രാഹ്മണ ബാലൻ നിരന്തരത്തിൽ നിന്ന് അതീവ തേജസ് പ്രവഹിക്കുവാൻ തുടങ്ങി. ആ തേജസ്സിന് മധ്യേ സർവ്വദുഃഖ പരിഹാരകനായ സാക്ഷാൽ പരമശിവനും. ആനന്ദത്താലും ദുഃഖത്താലും ഉവയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ കൂപ്പുകൈകളുമായി ദേവന്റെ ചരണങ്ങളിൽ വീണു. സംപ്രീതനായി തീർന്ന ഭഗവാൻ പാർവതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ലജ്ജയാലും അപമാനത്താലും ദേവിയുടെ മുഖം മരണാഭയമായി തീർന്നു. ഈ സമയം ബ്രഹ്മാദി ദേവകൾ അവിടെ വന്നു ചേർന്നു. അവർ ഹിമവാന്റെയും മേനയുടെയും സാന്നിധ്യത്തിൽ പാർവതി പരമേശ്വര വിവാഹം നടത്തി. ദേവകൾ ഹർഷാരവം മുഴുകിക്കൊണ്ട് പാർവതി പരമേശ്വരന്മാർക്ക് ആശംസകളും അർപ്പിച്ചു. അടുത്തത് പാർവതി ഗൗരിയായി മാറിയ കഥയാണ്. തുടരും.